ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഫ്രേസൽ വെർബിലോട്ട് അടുത്ത ഒരു സെക്ഷനകത്താണ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇനി നോക്കുന്നു? കം ഫോർവേഡ്. ഓക്കെ, ഫ്രേസൽ വെർബ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ? എന്താ? യെസ്, ഫ്രേസൽ വെർബ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രേസ്, അതായത് വെർബും ഒരു എന്നാന്ന് വെച്ചാൽ പ്രപ്പോസിഷനും കൂടെ കൂടത്തിലാവുമ്പോഴാണ് ഒരു ഫ്രേസൽ വെർബ് എന്നാണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ. അപ്പോൾ ഫ്രേസൽ വെർബിന് നമ്മൾ ഇന്ന് അതിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങൾ പോകാൻ വേണം. നമ്മുടെ കയ്യിൽ കുറേ ഫ്രേസൽ വെർബ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് ഈസ് കം ഫോർവേഡ്. കം ഫോർവേഡ് എന്ന് വെച്ചാൽ വോളണ്ടിയർ ഫോർ എ ടാസ്ക്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ കം ഫോർവേഡ് പ്ലീസ്, അല്ലെങ്കിൽ ടീച്ചർ ചോദിക്കും ഹൂ ക്യാൻ ഡു ദിസ് സം, അപ്പോൾ ഹൂ വിൽ കം ഫോർവേഡ് എന്ന് ചോദിക്കത്തില്ലേ? അതുപോലത്തെ ഒരു സെന്റൻസ് ആണ് കം ഫോർവേഡ്. ഓക്കെ, സോ കം ഫോർവേഡിന്റെ അർത്ഥം എന്നാണ്? ദ വുമൺ കെയിം ഫോർവേഡ് വിത്ത് ഹർ ഹസ്ബൻഡ്സ് ഫിംഗർ പ്രിന്റ്സ്. അപ്പം ആ ഫോർവേഡ് എന്ന് വെച്ചാൽ മുമ്പോട്ട് വരിക. ആ മുമ്പോട്ട് വരുന്നതിനാണ് നമ്മൾ കം ഫോർവേഡ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നമ്മൾ അതുപോലെ തന്നെയാണ്. കം വെച്ചിട്ട് നമുക്ക് കുറേ ഫ്രേസൽ വെർബ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എന്നാണ്? നെക്സ്റ്റ് കം ഫ്രോം സം പ്ലേസ്. അപ്പം നമ്മളൊരു ഒറിജിനാലിറ്റി, നമ്മുടെ ഒരു ഒറിജിൻ ആണ് അത് പറയുന്നത്. നമ്മുടെ ഒറിജിൻ എവിടെ നിന്നാണ് വന്നേക്കുന്നത് അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഒറിജിനേറ്റ് ഇൻ. അതിൻ്റെ ഒരു സെന്റൻസ് നോക്കിയാലോ. ഈ സെന്റൻസിനകത്ത് എന്നാ പറയുന്നത്? ദ ആർട്ട് ഓഫ് ഒറിഗാമി കംസ് ഫ്രോം ഏഷ്യ. അപ്പം ഒറിഗാമി എന്ന് വെച്ചാൽ അറിയാമോ? നമ്മുടെ ഒരു കുറേ ഗെയിംസ് ഇല്ലേ, അതിനകത്ത് പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറേ ഇങ്ങനത്തെ ഫ്രോഗോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിലപ്പോൾ ടോയ്സ് ഒക്കെ ഉണ്ടാക്കും. ആ ഒരു ഗെയിമിനാണ് ഒറിഗാമി എന്ന് പറയാം. അത് എവിടെ നിന്നാണ് വന്നേക്കുന്നത്? കംസ് ഫ്രോം ഏഷ്യ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സെന്റൻസിന് നമ്മൾ എന്നാ യൂസ് ചെയ്യുക? കം ഫ്രോം സം പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് ആദ്യം നമ്മൾ പഠിച്ചതിനായിരുന്നു കം ഫോർവേഡ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച കം ഫ്രോം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇതൊരു നല്ല സെൻറ്റൻസ്, എനിക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയും, ഓക്കെ നീ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിശ്വസിക്കണം അല്ലേ? അങ്ങനത്തെ ഒരു സെൻറ്റൻസ് ആണ് കൗണ്ട് ഓൺ സംബഡി. അപ്പം എന്നെ എപ്പോഴും വിശ്വസിക്കുക, ഞാൻ എന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനത്തെ ഉള്ള സെൻറ്റൻസ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കൗണ്ട് ഓൺ സംതിങ്. യു ക്യാൻ കൗണ്ട് ഓൺ മീ. അങ്ങനെ പറയാൻ പറ്റുമോ? യെസ്, യു ക്യാൻ കൗണ്ട് ഓൺ മീൻ്റെ അർത്ഥം എന്നാ? എന്നെ വിശ്വസിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് റിലൈ ഓൺ, അതിൻ്റെ ട്രസ്റ്റിന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഐ ആം കൗണ്ടിങ് ഓൺ യു ടു മേക്ക് ഡിന്നർ വൈൽ ഐ ആം ഔട്ട്. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പം നീ ഡിന്നർ ഉണ്ടാക്കുന്നത് ഞാൻ നിന്നെ കൗണ്ട് ചെയ്യുവാണ് അർത്ഥം. ചില സമയത്ത് അത് വർക്കൗട്ട് ആവുമെന്ന് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഐ ആം കൗണ്ടിങ് ഓൺ എന്ന് വെച്ചാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസിനകത്ത് നോക്കിയേ, നമ്മൾ ഓരോരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ ഫ്രേസൽ വെർബ്സ് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏതാണ്? ക്രോസ് സംതിങ് ഔട്ട്. അപ്പം ക്രോസ് സംതിങ് ഔട്ടിൻ്റെ അർത്ഥമാണ് ഡ്രോ എ ലൈൻ ത്രൂ. അപ്പം നമ്മൾ ചില സമയത്ത് ക്രോസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമ്മൾ ഈ സെൻറ്റൻസ് ഉപയോഗിക്കുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. പ്ലീസ് ക്രോസ് ഔട്ട് യുവർ ഓൾഡ് അഡ്രസ് ആൻഡ് റൈറ്റ് യുവർ ന്യൂ വൺ. നമ്മളങ്ങനെ പുതിയൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പഴയ അഡ്രസ്സ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലീസ് ക്രോസ് ഔട്ട്, ഇത് സിമ്പിൾ അർത്ഥമാണ്. നമ്മൾ ഒബ്ജക്റ്റീവ് ആയ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രോസ് ഔട്ട് അല്ലേ തന്നെ ചെയ്യുന്നത്. അതുപോലെയാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, കട്ട് ബാക്ക് ഓൺ സംതിങ്. ഞാൻ കുറേ പണ്ട് ഷുഗറൊക്കെ കഴിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത്? ആ ഷുഗറിനോട് കുറച്ച് താല്പര്യമില്ല, കട്ട് ബാക്ക് ചെയ്തു. അതുപോലെയാണ് കൺസ്യൂം ലെസ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യം ചുരുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെറുതായിട്ട് യൂസ് ചെയ്യുന്നതാണ് കട്ട് ബാക്ക് ഓൺ സംതിങ്. സെൻറ്റൻസ് നോക്കിയാലോ, മൈ ഡോക്ടർ വാണ്ട്സ് മീ ടു കട്ട് ബാക്ക് ഓൺ സ്വീറ്റ്സ്. സെയിം സെൻറ്റൻസ് തന്നെയാണ്. ഞാൻ ആ സെൻറ്റൻസ് പോലെ ഉദ്ദേശിച്ച പോലെ തന്നെയായി അല്ലേ? മൈ ഡോക്ടർ എന്താണ് ആവശ്യപ്പെടുന്നത്? കട്ട് ബാക്ക് ഓൺ സ്വീറ്റ്സ്. നമ്മൾ സ്വീറ്റ്സ് കഴിച്ചാൽ എന്താവും? വണ്ണം വയ്ക്കും, പിന്നെ ഡയബറ്റീസ് ആവും, അതൊക്കെ ആവും. അതുപോലെ തന്നെയാണ് കട്ട് ബാക്ക് ചെയ്താൽ എന്തായിരിക്കും? നമുക്ക് തന്നെ നല്ലതാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, കട്ട് സംതിങ് ഡൗൺ. കട്ട് സംതിങ് ഡൗൺ. ഓക്കെ, ആദ്യത്തെ നമ്മൾ വായിച്ചതാണ് കട്ട് ബാക്ക് ഓൺ സംതിങ്. നെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത് കട്ട് സംതിങ് ഡൗൺ. മേക്ക് സംതിങ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, സോ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വി ഹാവ് ടു കട്ട് ദ ഓൾഡ് ട്രീ ഇൻ അവർ യാർഡ്
down for after the storm. ഓക്കെ, ഭയങ്കര വെടിവിട്ടാത്ത മഴയിലെ നമ്മൾ എന്താണ് കട്ട് ഡൗൺ ചെയ്തില്ലെങ്കിൽ എന്താണ് പറ്റുക, നമ്മുടെ ചിലപ്പോൾ അത് മേളിലോട്ട് വരും. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് അവിടെ യൂസ് ചെയ്യുന്നത്. വി ഹാഡ് ടു കട്ട് ദ ഓൾഡ് ട്രീ ഇൻ അവർ യാർഡ് down after the storm. ഓക്കെ, സോ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഏതെങ്കിലും സാധനം കട്ട് ചെയ്തിട്ട് താഴെ അത് ഗ്രൗണ്ടിലോട്ട് ഇടുക. നെക്സ്റ്റ് നോക്കിയേ, കട്ട് ഇൻ. ഈ സെൻറ്റൻസ് പഴയ കട്ടിൻ പോലെയല്ല കേട്ടോ, ഇതൊരു പ്രത്യേകിച്ചുണ്ട്. ഞാൻ കട്ടിൻ ഒരു ഡയറക്ടർ പറയുന്ന പോലെ കട്ടിൻ ചെയ്താൽ എങ്ങനെയാ കട്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എന്നാന്ന് വെച്ചാൽ കട്ട് എന്ന് വെച്ചാൽ ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ, ഇൻട്രപ്റ്റ് ചെയ്ത ചില സമയത്ത് നമ്മൾ ഒരാളോട് മിണ്ടിക്കൊണ്ട് കശപശന്ന് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വരത്തില്ലേ, അപ്പം ക്യാൻ ഐ കട്ട് എന്ന് പറയാമോ? അതുപോലെയാണ് യുവർ ഫാദർ കട്ട് ഇൻ വൈൽ ഐ വാസ് ഡാൻസിങ് വിത്ത് യുവർ അങ്കിൾ. നല്ലൊരു പാർട്ടിയായിരുന്നു, എൻ്റെ അങ്കിളിൻ്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആരാ ഇടയ്ക്ക് വന്നത്? എൻ്റെ ഫാദർ കട്ട് ഇൻ. യുവർ ഫാദർ കട്ട് ഇൻ അതിൻ്റെ ഇടയ്ക്ക് വന്നു എന്നാണ്, അതായത് ഇൻട്രപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഓക്കെ, സോ ഈ സെൻറ്റൻസ് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സി വെച്ച് നോക്കി, ഇനി നമ്മൾ ഡി വെച്ചുള്ള സെൻറ്റൻസസ് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡു സംതിങ് ഓവർ. ഓക്കെ, ഇതെന്നാണ് നമ്മൾ ചെയ്തിട്ടും എനിക്ക് ശരിയാകത്തില്ല. ചില കാര്യങ്ങളാണെങ്കിൽ എത്ര പ്രാവശ്യം ചെയ്താലും ശരിയാകത്തില്ല. എനിക്കാണെങ്കിൽ തുണി മടക്കാനും അറിയത്തില്ല, പക്ഷെ എത്ര പ്രാവശ്യം ചെയ്തോ അത്രയും പ്രാവശ്യം എനിക്ക് പിന്നെയും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഡു അഗെയിൻ. ഓക്കെ, സോ എങ്ങനെയാണ് സെൻറ്റൻസ്? മൈ ടീച്ചർ വാണ്ട്സ് മീ ടു ഡു മൈ എസ്സേ ഓവർ ബിക്കോസ് ഷീ ഡസൻറ്റ് ലൈക്ക് മൈ ടോപ്പിക്. ചിലപ്പോൾ നമ്മൾക്ക് ടോപ്പിക് ചെയ്യുന്ന എസ്സേ നമ്മുടെ അത് ശരിയാകത്തില്ല അല്ലേ, അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ടീച്ചർ പിന്നെയും പറയുക ഡു മൈ എസ്സേ ഓവർ, ഡു ഇറ്റ് ഓവർ എന്ന് പറയുക. അപ്പം നമുക്ക് ഒരു ഡു സംതിങ് ഓവർ എന്ന് പറയുന്ന അർത്ഥം എന്നാ? ഡു അഗെയിൻ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ വൺ, ഡു അവേ വിത്ത് സംതിങ്. ഓക്കെ, ഡു അവേ വിത്ത് സംതിങ് മീൻസ് നിങ്ങളത് വിട്ട് കളയുന്നതാണ് നല്ലത്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്കാർഡ്. ഇറ്റ്സ് ടൈം ടു ഡു അവേ വിത്ത് ഓൾ ദ ഓൾഡ് ടാക്സ് റെക്കോർഡ്സ്. അപ്പോൾ ഓൾഡ് പഴയ റെക്കോർഡിലൊക്കെ മറന്നു കളയുക, പുതിയതിലോട്ട് നമ്മൾ മാറുക എന്നാണ് അർത്ഥം. ഓക്കെ, സോ ലെറ്റ്സ് സേ ഡു അവേ വിത്ത് യുവർ ന്യൂ ഓൾഡ് ക്ലോത്ത്സ് എന്നും പറയാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, ഡു സംതിങ് അപ്പ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കൈവിട്ട് പോകും കേട്ടോ, ഇങ്ങനെ പറയത്തില്ലേ, അതിനാണ് പറയുന്നത് ഡു സംതിങ് അപ്പ്. ഫാസ്റ്റ് ആൻഡ് ക്ലോസ്, ഡു യുവർ കോട്ട് അപ്പ് ബിഫോർ യു ഗോ ഔട്ട്സൈഡ്. അപ്പോൾ ഫാസ്റ്റ് ആൻഡ് യുവർ സീറ്റ് ബെൽറ്റ്സ് എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, ഡു സംതിങ് അപ്പ്. നെക്സ്റ്റ് നോക്കിയേ, ഡ്രസ്സപ്പ്. ഡ്രസ്സപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും നന്നായിട്ടുള്ള പാർട്ടിയിലൊക്കെ പോകുകയാണെങ്കിൽ ഡ്രസ്സപ്പിന് ചെയ്തിട്ടല്ലേ പോകത്തുള്ളൂ. അതിനാണ് ഇറ്റ്സ് എ ഫാൻസി റെസ്റ്റോറൻറ്റ്, സോ വി ഹാവ് ടു ഡ്രസ് അപ്പ്. അപ്പം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്ന ഏറ്റവും ആവശ്യമുള്ള കാര്യമായിട്ട് പറയുമ്പോൾ ഫ്രേസൽ വെർബ്സ് ഈ ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ബാക്ക്, മൂവ് ബാക്ക് ഇൻ എ പൊസിഷൻ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തിലോട്ട് താഴോട്ട് പോവുക. ഇപ്പം നമ്മൾ ചെൽസിയുടെ സ്കോർ താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ വേർഡാണ് യൂസ് ചെയ്യുന്നത്, ഡ്രോപ്പ് ബാക്ക്. ദ ചെൽസിയസ് റെക്കോർഡ് ഡ്രോപ്പ് ബാക്ക് ടു എ ഡൗൺഫോൾ എന്ന് പറയാം. ഓക്കെ, സോ ഇതിനകത്ത് നോക്കി, ആൻഡ്രിയ ഡ്രോപ്പ് ബാക്ക് ടു എ തേർഡ് പ്ലേസ് വെൻ ഷീ ഫെൽ ഓഫ് ഓർ എ ബൈക്ക്. അപ്പോൾ ബൈക്ക് റൈഡിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത്. ബൈക്ക് റൈഡിങ്ങിനകത്ത് അവളുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു? തേർഡ് ആയിരുന്നു വന്നത്. അപ്പോൾ ഡ്രോപ്പ് ബാക്ക് ടു ദ തേർഡ് പൊസിഷൻ. നെക്സ്റ്റ് നോക്കിയേ, ഡ്രോപ്പ് ഇൻ. അത് വേണമെങ്കിൽ ഡ്രോപ്പ് ബൈ എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോപ്പ് ഓവർ എന്ന് യൂസ് ചെയ്യാം. ഇത് മൂന്നിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താണ്? കം വിതൗട്ട് ആൻ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, സോ let's look at the sentence. I might drop in by over tea sometime this week. അതായത് ഞാൻ അവിടെ വരികയാണ്. I will drop in എന്ന് പറയാൻ പറ്റുമോ? I will drop in today or maybe tomorrow for next week for tea. ഓക്കെ, so അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അവിടെ വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇൻവൈറ്റഡ് അല്ലായിരിക്കും. ആ സമയത്തുള്ള സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് ഡ്രോപ്പിംഗ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും, ഷീ ഡ്രോപ്ഡ് ഇൻ യെസ്റ്റർഡേ വെൻ മൈ അങ്കിൾ വാസ് അറ്റ് ഹോം. അതിൻ്റെ അർത്ഥം ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ഇല്ലാതെ ഷീ കെയിം അപ്പ് ടു മൈ ഹോം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഡ്രോപ്പ് സംബഡി ഓർ സംതിങ് ഓഫ്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസോടെ നമ്മുടെ ഒരു ഫ്രേസൽ വെർബ്സിൻ്റെ ഒരു ചാപ്റ്റർ തീരുകയാണ്. പക്ഷേ ഈ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ടേക്ക് സംബഡി സംതിങ് സംവെയർ ആൻഡ് ലീവ് ദം ഓർ ഇറ്റ് ദെയർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഡ്രോപ്പ് സംബഡി ഓഫ്. ഓക്കെ, അപ്പം അവിടെ തന്നെ നമ്മൾ വിട്ട് കളയുക, അവിടെ തന്നെ വെച്ച് കളഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് പറയുന്നത് ഡ്രോപ്പ് സംബഡി ഓർ സംതിങ് ഓഫ്. സംതിങ് എന്ന് വെച്ചാൽ ഒരു സാധനമായിരിക്കും, സംബഡി എന്ന് വെച്ചാൽ ഒരാളായിരിക്കും. അപ്പോൾ സെൻറ്റൻസ് നോക്കാം.
I have to drop my sister off at work before I come over. അപ്പോൾ നമ്മൾ എന്താണ് സെൻറ്റൻസിനകത്ത് പറയുന്നത്? എനിക്ക് എൻ്റെ സിസ്റ്ററിനെ അവിടെ വിടണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ. എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ഐ ഹാവ് ടു ഡ്രോപ്പ് മൈ സിസ്റ്റർ ഓഫ്. ഓക്കെ, സോ ഈ സെൻറ്റൻസിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഡ്രോപ്പ് സംബഡി ഓർ സംതിങ് ഓഫ്. സോ ഈ സെൻറ്റൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ഐ തിങ്ക് ഫ്രേസൽ വെർബ്സ് ഒരു നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. നമുക്കിനി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ 7th സെന്റൻസ്. വി ബോത്ത് ഡാഷ് മീറ്റിംഗ് ഫോർ യുവർ ന്യൂ ഗേൾ ഫ്രണ്ട്. വി ബോത്ത് ഡാഷ് മീറ്റിംഗ് യുവർ ന്യൂ ഗേൾ ഫ്രണ്ട്. ഫസ്റ്റ് സെന്റൻസിനകത്ത് വരുന്നത് ലുക്ക് ആണ്, ഒരു വെർബാണ്. നെക്സ്റ്റ് ലുക്കപ്പ് ആണ്, നെക്സ്റ്റ് ലുക്ക് ഫോർവേഡ് ടു ആണ്. അപ്പൊ ലുക്ക് ഫോർവേഡ് ടു ലുക്ക് അപ്പിനെ നമുക്ക് നോക്കിയാൽ മതി അല്ലേ? സോ വി ബോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാളാണ്. അപ്പം രണ്ടാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലുക്കപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ലുക്കപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു സെൻറ്റൻസിനകത്ത് പറയുന്നത് ഐ ലുക്കപ്പ് എവറി ഡേ ഔട്ട്സൈഡ് എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്? ഞാൻ ഒരാളെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ന്യൂ ഗേൾ ഫ്രണ്ട് ആണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ സെൻറ്റൻസ് എങ്ങനെയാ വരിക? വി ബോത്ത് ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യുവർ ന്യൂ ഗേൾ ഫ്രണ്ട്. അപ്പൊ സെൻറ്റൻസ് മനസ്സിലായോ? നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് മൈ കാർ ഡാഷ് ഓൺ ദ ഹൈവേ ടുഡേ. അപ്പം എൻ്റെ കാർ അവിടെ ഹൈവേയിൽ എന്തോ ഒരു സംഭവമാണ്. പക്ഷെ എന്താണ്? ടേൺ ആണോ, ടേൺ ഓഫ് ആണോ, ടേൺ അറൗണ്ട് ആണോ? ഒന്ന് വേഗം പറഞ്ഞേ. യെസ്, can you tell and guess? Turn എന്ന് വെച്ചാൽ could you turn the music while I'm on the phone എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, so my car dash on the highway today. Okay, the sentence നകത്ത് വരുന്ന broke down, broke off, broke away. അപ്പോൾ ഈ മൂന്നുള്ള വേർഡ്സ് നകത്ത് ഏതായിരിക്കും വരുന്നത്? My car dash on the highway today എന്ന് വരുമോ? My car broke down on the highway today, broke off എന്ന് വെച്ചാൽ വരുമോ? ഓക്കെ, no, the answer would be my car broke off on the highway today. Because broke down എന്ന് വെച്ചാൽ കരയുന്നതാണ് അർത്ഥം വരുന്നത്. ബ്രോക്ക് അവേ എന്ന് വെച്ചാൽ വെരി ഒരു തിങ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ വരുന്നത് ബ്രോക്ക് ഓഫ് ആണ്. മൈ കാർ ബ്രോക്ക് ഓഫ് ഓൺ ദ ഹൈവേ ടുഡേ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ഇറ്റ് വിൽ ബി ഈസിയർ ടു റീഡ് ഇഫ് യു ഡാഷ് ദ ലൈറ്റ്സ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏതായിരിക്കും സെൻറ്റൻസ് കറക്റ്റ്? ഇത് വെരി ഈസി ആണല്ലോ. ഇറ്റ് വിൽ ബി ഈസിയർ ടു റീഡ് ഇഫ് യു സ്വിച്ച് ഓൺ ദ ലൈറ്റ്സ്. ഓക്കെ, സോ ഈ സെൻറ്റൻസ് എല്ലാം നമുക്ക് ഈസി ആയി എന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, our boss dash our meeting until next week. Okay, so എൻ്റെ ബോസ് മീറ്റിംഗ് ഒരു until next week വരെ എടുത്തു വെച്ചു. അപ്പോൾ അതെങ്ങനെ പറയാ? പുട്ട് ആണോ, പുട്ട് ഓഫ് ആണോ, പുട്ട് ഡൗൺ ആണോ? വേഗം പറഞ്ഞേ. our boss put off our meeting until next week. അപ്പം പുട്ട് ഓഫിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് പുട്ട് ഓഫ്? മീൻസ് ടു മേക്ക് ദിസ് മീറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് പോസ്റ്റ്പോണ്ട് ചെയ്യുക അല്ലേ? അപ്പം നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് കുഡ് യു ഡാഷ് ദ മ്യൂസിക് വൈൽ ഐ ആം ഓൺ ദ ഫോൺ. ഓക്കെ, അപ്പോൾ മ്യൂസിക് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ്. അപ്പം പക്ഷേ ഞാൻ ഈ സമയത്ത് അതല്ല ഉദ്ദേശിക്കുന്നത്. ഫോൺ എന്ന് വെച്ചാൽ ഐ ആം ഓൺ ദ ഫോൺ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുവാണ്. അപ്പോൾ എനിക്ക് മ്യൂസിക് വേറെ ആളുടെ കേട്ടാൽ എനിക്കൊരു ശല്യമല്ലേ? അപ്പോൾ അതിനകത്ത് എന്നാ പറയുക? ടേൺ എന്ന് പറയാൻ പറ്റുമോ? അതൊരു വേർബാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഫ്രേസൽ വേർബാണ്. ഇതിനകത്തുള്ള ഫ്രേസൽ വേർബ് ഏതാണ്? ടേൺ ഓഫ് ആണ്. കുഡ് യു ടേൺ ഓഫ് ദ മ്യൂസിക് വൈൽ ഐ ആം ഓൺ ദ ഫോൺ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. I don't dash my new science teacher. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഇതിനകത്തുള്ള ആൻസേഴ്സ് എന്നാണ്? ഗെറ്റ് അപ്പ്, ഗെറ്റ് ഓവർ ഓർ ഗെറ്റ് ഓൺ വിത്ത്. യെസ്, ന്യൂ സയൻസ് ടീച്ചറിനെ എനിക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഐ ഡോണ്ട് ഗെറ്റ് ഓൺ വിത്ത് മൈ ന്യൂ സയൻസ് ടീച്ചർ. സോ ഈ സെൻറ്റൻസോടെ നമ്മുടെ ഫ്രേസൽ വെർബ്സ് എല്ലാം തീരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ടിൽ ദെൻ ബൈ.